എൻ്റെ കുഞ്ഞടുക്കള ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഇവിടെ വലിയ സാധനങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അറിയാലോ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, എന്ത് വാങ്ങുമ്പോഴും ഞാൻ ഒന്നോ രണ്ടോ തവണ ആലോചിക്കും അതെനിക്ക് വേണോ വേണ്ടയോ. അങ്ങനെ ചിന്തിച്ചതിന് ശേഷം മാത്രമേ എല്ലാം വാങ്ങാറുള്ളൂ. പക്ഷേ ഇതെത്ര ഞാൻ മനസ്സ് വെച്ചിട്ടും എനിക്കിത് വാങ്ങണം തന്നെ തോന്നിയിട്ട് ഞാൻ വാങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യമാണെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഒരിക്കലും എനിക്ക് അയ്യോ ഇത് വാങ്ങേണ്ടിയിരുന്നില്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. വേറൊന്നുമല്ല, ആദ്യം ഈ ഒരു ഫ്ലാസ്കിൻ്റെ കാര്യം പറയാം. ഇത് ഷെൽഫിൽ വെക്കുമ്പോഴേ ഡെയിലി ഇങ്ങനെ എടുക്കുന്നതല്ലേ, അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു ആഷ് കളറുള്ള ആ കൊട്ടയില്ലേ ബാസ്ക്കറ്റ് അതിൽ വെക്കാമെന്ന്. പക്ഷെ അതിലുള്ള സാധനങ്ങൾ വെക്കാൻ വേറെ ഒരു സ്ഥലവും ഇല്ല. അങ്ങനെ പുറത്തൊരു സ്റ്റാൻഡൊന്നും നമ്മൾ വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ ഒരു സ്റ്റാൻഡ് വാങ്ങാമെന്ന്. അപ്പം നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള കടയിലൊന്നും പോയപ്പോൾ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. വെറുതെ ഫ്ലിപ്പ്കാർട്ട് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ എൻ്റെ അടുക്കളയ്ക്ക് പറ്റിയൊരു സാധനം കണ്ടു. എന്നാൽ പിന്നെ അത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓർഡറും ചെയ്തു. മഞ്ഞ് വന്നപ്പോൾ തണുപ്പായി, അതുകൊണ്ട് എൻ്റെ സൗണ്ടിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. സ്ഥിരമായിട്ട് കാണുന്നവർക്കത് മനസ്സിലാവുന്നുണ്ടാവും. അല്ലെങ്കിൽ തന്നെ അബദ്ധ സൗണ്ടിൻ്റെ കാര്യം. ജലദോഷം കൂടെ പിടിച്ചപ്പോൾ ഒന്നും പറയണ്ട. അത് പോട്ടെ. ഇതിപ്പോൾ ഫിറ്റ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എങ്ങനെ വെക്കണം, കുത്തനെ വെക്കണോ വിലങ്ങനെ വെക്കണോ? കുറേ നേരം അതും കൊണ്ട് കളിച്ചു. പിന്നെ മനസ്സിലായത് അവിടെ ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉണ്ടായതുള്ളൂ. എൻ്റെ മണ്ടത്തരത്തിൽ ഞാൻ തിരിച്ചും മറിച്ചും വെച്ച് നോക്കിയതാണ്. അങ്ങനെ വെച്ചിട്ടായിരുന്നു. പിന്നെ അതിൻ്റെ ടൂളൊക്കെ ഇല്ലേ, എല്ലാം അത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നട്ടും ബോൾട്ടും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഹോള് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അങ്ങനെ അങ്ങ് കൈകൊണ്ട് തന്നെ നമ്മൾ കമ്മലൊക്കെ ഇടുന്നില്ലേ, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അല്ലാതെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് തന്നെ അതങ്ങ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഇങ്ങനെ സെറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ വെക്കുമ്പോൾ ഇതിലും എളുപ്പമായിരുന്നു. ഞാൻ ആ ഒരു സ്ക്രൂ ഇല്ലേ അതിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഫിറ്റ് ചെയ്തു. അതാണ് കുറച്ചും കൂടി എളുപ്പമായെന്ന് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ചെറിയൊരു പൈസയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മളെല്ലാവരും നോക്കും, നമ്മുടെ പാരൻസും നമ്മുടെ ഹസ്ബൻഡും മക്കളും ഒക്കെ ഓരോ കാലഘട്ടത്തിലും നമ്മളെ സംരക്ഷിക്കും. പക്ഷേ ആർക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മളെക്കൊണ്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ. എന്ന് വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ സർക്കാർ ജോലി ചെയ്യണമെന്നോ അല്ലെങ്കിൽ വലിയ വലിയ ഫേമിൽ വർക്ക് ചെയ്യണമെന്നൊന്നുമല്ല. എന്തെങ്കിലും നമ്മളിപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജോലിയും കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടത്തിലേക്ക് തിരിയുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഏണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. എൻ്റെ അച്ഛന് ഒരു കുഞ്ഞ് ബിസിനസ്സാണ്. അത് സ്വർണ്ണക്കടയാണ്. ഞങ്ങൾ വടകരയിൽ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രായം തന്നെയാണ് ആ കടയ്ക്കുള്ളത്. ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മയ്ക്ക്, അതായത് ഞങ്ങൾക്ക് അത്യാവശ്യം അച്ഛൻ്റെ ആ ഒരു സംരക്ഷണത്തിൽ വളരുന്ന സമയത്ത് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും വീട്ടിൽ വലിയ പറമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ മടലൊക്കെ ഉണ്ടാവില്ലേ, ചിരട്ട മടൽ, അമ്മ അതൊന്നും വെറുതെ കളയില്ല കേട്ടോ. ആവശ്യത്തിന് നമ്മൾ തീ കത്തിക്കാനൊക്കെ ഉപയോഗിക്കുമെങ്കിലും ബാക്കിയെല്ലാം ഇങ്ങനെ ശേഖരിച്ച് വെക്കും. അമ്മയ്ക്ക് ഒരു ചന്ദ്രയമ്മ ഉണ്ട്. ഇപ്പോഴും ആ ചന്ദ്രയമ്മ ഞങ്ങളുടെ അടുത്തൊക്കെ വരും. അവരിപ്പോൾ വീട് മാറി. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യുകയെന്നറിയോ, നമ്മുടെ നാട്ടിൽ ഈ വിറക് കത്തിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവരെല്ലാം അമ്മേൻ്റെ അടുത്ത് വരും. അപ്പം അമ്മ അത് കുറേയൊക്കെ വെറുതെ കൊടുക്കും, കുറേയൊക്കെ അത് ക്യാഷിന് അവർക്ക് കൊടുക്കും. അങ്ങനെ അമ്മയുടെ കയ്യിൽ ഒരുപാട് പോക്കറ്റ് മണി ഉണ്ടാവും. അപ്പം ഞങ്ങളെയും കൊണ്ട് അമ്മ ടൗണിൽ പോകുമ്പോൾ അച്ഛൻ പൈസ കൊടുക്കും. എന്നാലും ഈ ഒരു ബാക്കി വരുന്നത്, അതായത് അമ്മ ആ ഒരു ചിരട്ടയും മടലും കൊടുത്തിട്ട് കിട്ടുന്ന പൈസ ഉണ്ടാവില്ലേ, അതും കൂടെ കരുതും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അമ്മ അതും കൂടെ ചേർത്തിട്ടാണ് വാങ്ങുക. അച്ഛൻ തരുന്നത് കൂടാതെ അമ്മയുടെ കയ്യിലുള്ള പൈസയും കൂടെ. ഞാൻ പറഞ്ഞു വന്നതേ, നമ്മൾ സ്ത്രീകളുടെ കയ്യിൽ ഇതുപോലെ ചെറിയൊരു ഏണിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എന്തും ചെയ്യാം. എന്ന് വെച്ചിട്ട് ചിരട്ടയും മടലും വിൽക്കണം എന്നൊന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളുണ്ടല്ലോ. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒന്നുകിൽ ഓൺലൈൻ ക്ലാസ് എടുക്കാം, ട്യൂഷൻ എടുക്കാം. അതൊക്കെ ഒരുപാട് സാധ്യതകൾ. ഇപ്പോൾ എത്ര കുട്ടികളാണ് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുന്നവർ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ടൈലറിങ് താല്പര്യമുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിലേക്ക് മാറാം, ബേക്കിങ്, അതുപോലെ തന്നെ നമ്മൾ ചിലരുണ്ടാകും ഗാർഡനിങ് ഇഷ്ടമുള്ളവർ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ചെടികളൊക്കെ വിത്തൊക്കെ മുളപ്പിച്ചിട്ട് അതിൻ്റെ തൈ സെയിൽ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ അധ്വാനത്തിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലേ. പിന്നെ നമ്മൾ ആ സ്റ്റാൻഡില്ലേ, അതിൻ്റെ നീളവും വീതിയും പറഞ്ഞിട്ടില്ലല്ലോ, 11.5 ഇഞ്ചാണ് കേട്ടോ. അതായത് ആ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് 11.5-12 ഇഞ്ച് വരുന്നുണ്ട്. ഏതാണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ അളന്ന് നോക്കിയതാണ്. 2 ട്രയാങ്കിൾക്കിടയിലുള്ള ആ ഒരു ഗ്യാപ്പില്ലേ, അതും 11.5 ഇഞ്ച് തന്നെയാണ് വരുന്നത്. ഇനിയിപ്പം നമ്മുടെ ആ ഒരു വൈറ്റ് ബോക്സ് ഇല്ലേ, 2 ബോക്സ്, അതിൻ്റെ ഉള്ളിലുള്ള ഒരു വിഡ്ത്തില്ലേ, അത് താഴെയുള്ളത് 5 ഇഞ്ചും മുകളിലുള്ളത് 4.5 ഇഞ്ചുമാണ്. ഇത് ഗ്ലാസ് ബോട്ടിൽ, ഇതും ഞാൻ ഓൺലൈനിൽ തന്നെ വാങ്ങിച്ചതാണ്.
എൻ്റെ കയ്യിലുള്ളത് കുറച്ചും കൂടെ വലുതായിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡിൽ വെക്കാൻ കറക്റ്റായിട്ടുള്ളത് ഒന്ന് വേണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്ര തിന്നായിട്ടുള്ള ഒരു ഗ്ലാസ് അല്ല, അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനേക്കാളും കട്ടിയുള്ളത് വേറൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ബോക്സ് അഴിക്കുമ്പോൾ കാണിച്ചു തരാം. പക്ഷേ ഇപ്പം ഞാൻ കാണിച്ചു തന്നില്ലേ താഴെ വെക്കുന്ന, അതായത് ചായയും പഞ്ചസാരയും ഇടാനുള്ളത്, അതിപ്പോൾ ഓൺലൈനിൽ വാങ്ങിച്ചതല്ല, വീട് റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമേ നമ്മൾ വാങ്ങിച്ചതാണ്. അത് ഞാൻ പട്ടയും ഗ്രാമ്പൊക്കെ ഇട്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ചായയും പഞ്ചസാര ഇടാൻ വിചാരിച്ചു. പിന്നെ ഈ ഭരണിയില്ലേ, ഇത് ഓൺലൈനിലല്ല, നമ്മുടെ നാട്ടിലെ എക്സിബിഷനൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ വാങ്ങിയതാണ്. അതിലൊന്നും ഇടുന്നൊന്നുമല്ല, ഒരു ഭംഗിക്ക് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ചായപ്പൊടിയും പഞ്ചസാരയും ഇത്തിരി ബാക്കിയുള്ളത് ഇതിലേക്ക് ഇപ്പോൾ തന്നെ അങ്ങ് മാറ്റാമെന്ന് വിചാരിച്ചു. ഇതാ ഞാൻ പറഞ്ഞത് ആദ്യം കയ്യിലുണ്ടായിരുന്നതാണ്. അപ്പോൾ പട്ടയും ഗ്രാമ്പുമൊക്കെ വേറൊരു, അതായത് നമ്മൾ ആ ഒരു സോസ് പോട്ടിലേക്ക് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാറുള്ളത്. അതിന് ശേഷം ഇതൊക്കെ ഒന്ന് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ മാറ്റി വെക്കുന്നു. ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു ബോട്ടിലുണ്ടെന്ന്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും കിട്ടിയപ്പോൾ കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടൊന്നും ക്ഷമ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് തുടച്ചിട്ടാണ് സെറ്റാക്കുന്നത്. നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലതൊക്കെ നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. പക്ഷേ ക്ഷമ നശിക്കുന്ന ചില ഘട്ടങ്ങളുണ്ടാവില്ലേ, അങ്ങനെയുള്ള സമയത്താണ് ഇത് കിട്ടിയപ്പോൾ എനിക്ക് കുട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ അവർക്ക് അത് അഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവില്ല. അതുപോലെയായിരുന്നു എനിക്ക്. എല്ലാം അഴിച്ചു നോക്കിയിട്ട് വെക്കാനുള്ള ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. എന്താണെന്നറിയില്ല എനിക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്രേസ് കൊണ്ടൊന്നുമല്ല, ഒരു അത്യാവശ്യമാണെന്ന് തോന്നിയൊന്ന് മാത്രം വാങ്ങിച്ചതാണ്. ഇപ്പോഴും എനിക്കത് വേസ്റ്റായിട്ടൊന്നും തോന്നുന്നില്ല. ഇതിപ്പോൾ 2-3 ആഴ്ചയായി കേട്ടോ. പക്ഷേ ഈ വീഡിയോ ഇടാൻ ലേറ്റ് ആയത്, അടുക്കള വീഡിയോസൊന്നും ഇപ്പോൾ കുറേ നാളായല്ലോ നമ്മൾ കണ്ടിട്ട്. ഇതിൻ്റെ മുന്നേ ഒരു കുക്കിംഗ് വീഡിയോ എങ്ങനെയാണ് തോന്നിട്ടത്, പിന്നെ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം ആരും അതൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ എന്താ, ഇതാ ഞാൻ പറഞ്ഞത് കേട്ടോ, നല്ല കട്ടിയുണ്ട്. ഞാൻ ഇത്രയും ഇതിന് തിക്നെസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് അയ്യോ ഇത്രയും കട്ടിയിലൊക്കെ ഗ്ലാസ്സൊക്കെ വരുമോ എന്ന് തന്നെ തോന്നിപ്പോയത്. അത്രയും കട്ടിയാണ്. ഇതിപ്പം എന്തിനാണെന്നറിയോ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയില്ലേ, വെളിച്ചെണ്ണ കുപ്പി നന്നായിട്ട് ഒരു മര്യാദയ്ക്കുള്ള വെളിച്ചെണ്ണ കുപ്പി ഉണ്ടായിരുന്നില്ല. ഒന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഇതില്ലേ സൺഫ്ലവർ ഓയിൽ, അത് ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിനാഗിരിയുടെ ബോട്ടിലാണ് ശരിക്കും ഉപയോഗിക്കാറുള്ളത്. വിനാഗിരിയുടെ ബോട്ടിലൊന്ന് കഴുകിയിട്ട് ഉണക്കിയിട്ട് അതിലാണ് ഇത്ര നാളായിട്ടും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരുന്നത്. പിന്നെ എൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നത് ഒരു സ്റ്റീലിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു, വാട്ടർ ബോട്ടിൽ, അതിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ പാക്കിങ് അടിപൊളി കേട്ടോ. വേറൊന്നല്ല, ഇത് ഒരു കാരണവശാലും തട്ടിയും മുട്ടിയിട്ട് പൊട്ടിപ്പോവില്ല, ആ രീതിയിലാണ് പാക്ക് ചെയ്തത്. ആദ്യത്തെ സെറ്റ് ബബിളുള്ള ഒരു റാപ്പില്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഇത് കുറച്ച് കട്ടിയുള്ള വേറൊരു മെറ്റീരിയലാണ്. ഇതാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ട് അന്നത്തെ നമ്മുടെ ഇതില്ലേ ക്രിസ്മസ് ട്രീ, അതിൻ്റെ ചട്ടിയുടെ അടിയിലേക്ക് ഈ ഒരു ഷീറ്റാണ് കട്ട് ചെയ്തിട്ട് വെച്ചത്. കണ്ടവർക്കത് അറിയായിരിക്കും. ഈ ബോട്ടിലൊക്കെ 750 ml അതുപോലെ 1 ലിറ്ററിലൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് സൈസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി നല്ല ഗ്ലാസ് ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഇതൊന്നും വാങ്ങിയിട്ട് കാശ് കളയണ്ട എന്നേ ഞാൻ പറയും. പക്ഷേ എന്നെപ്പോലെ തട്ടിക്കൂട്ടിയിട്ട് ഇത്രയും കാലം സ്റ്റോർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഒരിക്കലും നമുക്കത് നമ്മുടെ ക്യാഷ് നഷ്ടമായെന്ന് തോന്നില്ല. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തിരുന്ന എൻ്റെ ബോട്ടിൽ ഇത് മാറ്റാൻ സമയമായില്ലേ, നിങ്ങൾക്ക് തോന്നില്ലേ? ഇത് ഇത്തിരി സൺഫ്ലവർ ഓയിൽ ബാക്കിയുള്ളത്, അതപ്പോൾ തന്നെ അതിലങ്ങ് ഒഴിച്ചു. ഇനിയിപ്പം മറ്റേ ബോട്ടിൽ വെളിച്ചെണ്ണ ഒഴിക്കണം, പക്ഷേ കയ്യിലുള്ളതിലൊക്കെ തീർന്നു. ഇനിയിപ്പോൾ ഇന്ന് രാത്രി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അതിലേക്ക് മാറ്റണം. വെളിച്ചെണ്ണ കുപ്പി ഞാൻ പറഞ്ഞില്ലേ, ഒരു വാട്ടർ ബോട്ടിൽ സ്റ്റീലിൻ്റെ, അതിലാണ് ഇത്രയും നാൾ ഉപയോഗിച്ചിരുന്നത്, അതും ഇനി മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് വെക്കുന്നത് മുന്നേ എൻ്റെ അടുക്കള സ്റ്റോർ ചെയ്യുന്ന സ്ഥലമൊക്കെ കാണിച്ചിരുന്നില്ലേ, അതേ സ്ഥലത്ത് തന്നെയാണ് ആ സിങ്കിൻ്റെ താഴെ. അതൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയ്ക്ക് നല്ല പണി കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ വെള്ളം കുടിച്ചിട്ടാണ് ബാക്കി എടുക്കുന്നത്. കാരണം ഇത് കിട്ടിയ ഉടനെ തന്നെ നിങ്ങളെ കാണിക്കണം. 2-3 ആഴ്ച കഴിഞ്ഞും പോയി, അതുകൊണ്ട് വേഗം തന്നെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതില്ലേ, ഇത് മുന്നേ നമ്മുടെ ഫ്രിഡ്ജൊക്കെ കണ്ടവർക്കറിയാം, നമ്മൾ വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ അത് വീണ് പൊട്ടിപ്പോയപ്പോൾ ഞാൻ സ്റ്റീലിൻ്റെ ഒരു ജഗ്ഗായിരുന്നല്ലോ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇനി വാങ്ങുമ്പോൾ 2 തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഫ്രിഡ്ജിൻ്റെ ഡോറിൽ നിന്ന് അങ്ങ് എടുത്ത് കുടിക്കാൻ പ്രത്യേക ഒരു രസം തന്നെയല്ലേ. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ള വേറൊരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇത് നല്ല പ്രസ്റ്റീജ്, നമുക്ക് നാട്ടിൽ കിട്ടും. പിന്നെ ഓൺലൈനിലെല്ലാം ഒരുമിച്ച് വാങ്ങുമ്പോൾ നമുക്ക് ഡെലിവറി ചാർജും കുറയല്ലോ എന്ന് വെച്ചിട്ട് ഇതും എനിക്ക് വേണമായിരുന്നു. കാരണം നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുമ്പോൾ വീട്ടിൽ എന്തായാലും നമ്മളെല്ലാം ഗ്യാസ് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മൾ എത്ര നോൺ സ്റ്റിക്ക് നല്ലതല്ല എന്ന് പറഞ്ഞാലും
എല്ലാവരുടെ കയ്യിലും ഒന്നെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ വാങ്ങുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊല്ലത്തിൽ നമ്മളത് മാറ്റുന്നത് നന്നായിരിക്കും. കാരണം അറിയാലോ, ടെഫ്ലോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോട്ടിങ് ഉണ്ടാകും ഈ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ. അത് ഇളകാൻ പാടില്ല, അതാണ് ഏറ്റവും ഡേഞ്ചർ. അതുകൊണ്ട് നമ്മൾ കൊല്ലത്തിൽ അതങ്ങ് മാറ്റിയാൽ മതി. പിന്നെ അതിൻ്റെ സൈസ് ഞാനിതിപ്പോൾ ചെറുതാണ് വാങ്ങിയത് കേട്ടോ. ആ ഒരു ഫ്രൈയിങ് പാന് 20 ഇഞ്ചും, പക്ഷേ നമ്മുടെ ഇതില്ലേ ദോശക്കല്ല് സാധാരണ പോലെ തന്നെ 25 ഇഞ്ചുമാണ് വാങ്ങിയത്. അപ്പോൾ അങ്ങനെ അടുക്കളയിൽ ഇതെല്ലാം ഒന്നങ്ങ് അന്നേരം തന്നെ സെറ്റാക്കി എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു. ഇത് പകലെടുത്ത വീഡിയോ ആണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, രാത്രി വെളിച്ചെണ്ണ കൊണ്ടുവന്നപ്പോൾ അതപ്പോൾ തന്നെ അതങ്ങ് മറ്റേതിൽ ഒഴിച്ചിട്ട് അതും കൂടെ അങ്ങ് സെറ്റാക്കി വെച്ചു. പിന്നെ ഇതെല്ലാം കണ്ടിട്ട് അയ്യേ ഇതെല്ലാം എന്ത് പറയാനാണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഇത്ര വലിയ പ്രോഡക്റ്റ്സ് ആണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു പൈസ കൊണ്ടുണ്ടാക്കിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ആ ഒരു സന്തോഷം നിങ്ങളോടും കൂടെ ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ, ഇത് വായു വിസ്താരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ ബോട്ടിലില്ലേ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ സാധാരണ കുഞ്ഞു വട്ടമുള്ള ബോട്ടിലൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് വെളിച്ചെണ്ണ കുപ്പികളൊക്കെ ആണെങ്കിൽ ഒന്നിന്നും മറ്റതിലേക്ക് ഒഴിക്കാൻ നല്ല പ്രയാസമല്ലേ. പക്ഷേ ഇത് രാവിലത്തെ തിരക്കിനിടയിലൊക്കെ ഒന്നിന്നും മറ്റതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. അല്ലാതെ നമ്മളതൊരു ഒഴിക്കുന്ന ഒരു കോൺ ഷേപ്പിലുള്ള അതിനെന്താ പറയുക, നാളെന്നോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിക്കാൻ പറ്റും. തിരക്കിൽ എടുക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുള്ളാണ്. അത് ഞാൻ അപ്പോൾ തന്നെ അങ്ങ് ഒഴിച്ചിട്ട്, നേരത്തെ കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതും കൂടെ അങ്ങ് എടുത്തു വെച്ചു. ഇനിയിപ്പോൾ എന്താ, അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതിൻ്റെ മുന്നേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോവല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൗരീസ് ഹോമിൽ നിന്ന് സെർച്ച് ചെയ്യേണ്ടി വരില്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.